ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡേഷൻ ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ ആവശ്യമാണ്. കാരണം പ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് നിരവധി ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷേ എന്നാലും ഒരു അപരനില്ലാത്തത് കൊണ്ട് നമുക്ക് മൊത്തമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം, ആ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം, അതിന് വേണ്ടിയാണ് ബയോഡിഗ്രേഡേഷൻ ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മുടെ 2047 ഇന്ത്യ വികസിതമാവണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. കാരണം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം അത് കാരണം ഇന്ത്യ ഒരിക്കലും വികസിക്കാൻ പോകുന്നില്ല, 2040 വികസിക്കാൻ പോകുന്നില്ല. അപ്പം മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് നിരവധി ദോഷങ്ങൾ, കാരണം കടലിനും നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും നിറയെ ദോഷങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം ബയോഡിഗ്രേഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ നോൺ ടോക്സിക് ആക്കിയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി നമ്മൾ ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസവും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ്സ് ആയിട്ടുള്ള സെലക്ഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്. നമ്മൾ ആദ്യം ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. എന്ന് പറയുമ്പോൾ പോളിലാക്റ്റിക് ആസിഡ് ഉണ്ട്, പോളിയെത്തലീൻ ഉണ്ട്, ഇതുപോലെയുള്ള കുറേ പ്ലാസ്റ്റിക്കിന് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ സബ്സ്റ്റൻസ് ഉണ്ട്. ഇതിന് നമ്മൾ തിരഞ്ഞെടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിനെ ഗ്രൈൻഡ് ചെയ്യുകയോ ഷ്രെഡ് ചെയ്യുകയോ ചെയ്യാം. കാരണം ഈ ഷ്രെഡ് ചെയ്യുന്നതോ ഗ്രൈൻഡ് ചെയ്യുന്നതോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സർഫസ് ഏരിയ കൂട്ടുക. പറയുമ്പോൾ തൊട്ടടുത്ത മെത്തേഡിൽ വരുന്നതെന്ന് പറയുമ്പോൾ മൈക്രോബ്സിനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മൈക്രോ ഓർഗാനിസത്തിനെ ഇതിനോട് റിയാക്ട് ചെയ്തിട്ട് അതിനെ സിമ്പിളർ മോളിക്യൂൾസ് ആക്കി. അതിന് വേണ്ടി ഇതിൻ്റെ സർഫസ് ഏരിയ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കെമിക്കൽസ് ഉപയോഗിക്കാം. ആ കെമിക്കൽസ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സർഫസ് ഏരിയ കൂട്ടാം, സിമ്പിളാക്കാം, സിമ്പിൾ മോളിക്യൂൾസ് ആക്കാം. അതിനുവേണ്ടി നമുക്ക് ഓക്സിഡേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, വേറെ കുറച്ച് എൻസൈംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തതാണ് മൈക്രോബിയൽ ആക്ഷൻ. നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയയോ ഫഞ്ചിയോ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പോളിമറായിട്ടുള്ള ഇതിനെ മോണോമറാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന 2 സ്പീഷീസാണ് സ്യൂഡോമോണസും സ്ട്രെപ്റ്റോമൈസിസും. ഈ സ്പീഷീസ് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ മൈക്രോ ഓർഗാനിസം ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കുറച്ച് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസ് എന്ന് പറയുന്നത് ക്യൂട്ടിനേസസും ലിപ്പേസസും ഓക്സിഡേസസും ആണ്. ഇതാണ് ഇതിൻ്റെ പോളിമറിനെ മോണോമറാക്കുന്നത്. അടുത്ത പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൈക്രോബ്സ് ആ പോളിമറിനെ അറ്റാക്ക് ചെയ്ത് വീണ്ടും മോണോമറാക്കി, ബാക്കി ചെയ്യുന്നതുപോലെ മോണോമറാക്കി. അടുത്തത് ഈ മോണോമർ അല്ലെ ഈ സിമ്പിൾ മോളിക്യൂൾസ് ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഈ മൈക്രോ ഓർഗാനിസം അതിനെ ഫുഡായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം, കാർബൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബയോഗ്യാസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബയോമാസ് നിർമ്മിക്കാം. അപ്പം അത് വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ അവിടെയുണ്ട്. അടുത്തത് ഈ മൈക്രോ ഓർഗാനിസം ഫുള്ളി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ആ ഒരു നേച്ചർ മാറിക്കഴിയും. അപ്പം ഇതിൽ നിന്ന് മീഥെയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മീഥെയിൻ എന്ന് പറയുമ്പോൾ ആനറോബിക് കണ്ടീഷനിലാണ് മീഥെയിൻ നിർമ്മിക്കപ്പെടുന്നത്. അപ്പം ഇതിനു വേണ്ടി എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ കണ്ടീഷൻ ഉണ്ട്. 2 എൻവിറോൺമെന്റൽ കണ്ടീഷൻ ഉണ്ട്, എയറോബിക്കും ആനറോബിക്കും. എയറോബിക് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ആനറോബിക് നേരത്തെ പറഞ്ഞല്ലോ മീഥെയിൻ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ആനറോബിക് കണ്ടീഷനാണ്. ഇനി നമുക്ക് ഈ ഇത്രയും പ്രോസസ്സ് പറഞ്ഞു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും എൻവിറോൺമെന്റൽ കൺസർവേഷൻ ആണ്. ഈ പ്ലാസ്റ്റിക് കാരണം നമ്മുടെ കടലിന് അവിടുത്തെ ജൈവ വൈവിധ്യത്തിന്, കടലിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ബാക്കി ചുറ്റുമുള്ളിടത്തും പല മൃഗങ്ങൾക്കും കാട്ടിലാണ്. ഇപ്പോൾ കാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ആ ജീവികൾ, അവിടെയുള്ള ജീവികൾ ഇതൊക്കെ കഴിച്ച് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. എക്സ്റ്റിൻ്റ് ആയിട്ടുള്ള ജീവികൾക്കും ഇത് അപകടങ്ങളാണ്. അപ്പം എൻവിറോൺമെന്റൽ കൺസർവേഷനാണ് ഒന്നാമത്തെ നമ്മുടെ അഡ്വാൻറ്റേജ്. പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ദോഷത്തിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്. അടുത്ത നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് എഫിഷ്യൻ്റ് അല്ല. ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ ഡയറക്റ്റ് കളക്ട് ചെയ്ത് അതിന് ഈ ഒരു പ്രോസസ്സിലൂടെ ബയോഡിഗ്രേഡബിൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലോക്കലായാലും അർബൻ ഏരിയയിലും ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാം. അടുത്തൊരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു
ജോബ് ക്രിയേഷൻ ആണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ കുറേ ലക്ഷക്കണക്കിന് യുവാക്കൾ ജോലിയില്ലാതെ നടക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തായാലും എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു പ്ലാസ്റ്റിക്കല്ല നമ്മൾ നിർമ്മിക്കുന്നത്, കോടിക്കണക്കിന്. കാരണം ഇത്രയും ഇതുണ്ട്. അപ്പം ഇത് ഇത്രയും ഒരു ഏകദേശ കണക്കനുസരിച്ച് 4.1 മില്യൺ ടൺസ് ആണ് ഇന്ത്യ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യം. ഇതിനെ നമ്മൾ ബയോഡിഗ്രേഡ് ചെയ്യണം. ബയോഡിഗ്രേഡ് ചെയ്താൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നിർമ്മാർജ്ജനം നടത്തിയാൽ അത് ദോഷമില്ലാതെ നമുക്ക് ഉപയോഗിക്കുന്നത്, ടോക്സിക് ആവാതെ നോൺ ടോക്സിക് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ ആകണമെങ്കിൽ ഇത്രയും 4.1 മില്യൺ ഉണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജോബ് ക്രിയേഷൻ ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് നേരെ നമ്മളിപ്പോൾ മണ്ണിലാണ് വലിച്ചെറിയുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് അത് മണ്ണിലോട്ട് ചേരില്ല, കാരണം വർഷങ്ങളോളം ആവും. അപ്പം അതെന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിനും പിന്നെ സോയിലിൻ്റെ ഹെൽത്തിനും വേണ്ടി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ യൂസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാം. അതിനുപകരം ഈ ബയോഡിഗ്രേഡേഷൻ ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ 2047 ഇന്ത്യ ഡെവലപ്പ് ആവണമെങ്കിൽ ഒരു വലിയൊരു മെയിൻ ഫാക്ടറാണ് പ്ലാസ്റ്റിക്കിന്റെ ബയോഡിഗ്രേഡേഷൻ. പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം നേരെ എന്ന് പറയുന്നത് നല്ല ഇതിൽ നടന്നില്ലായിരുന്നെങ്കിൽ നടന്നാൽ ഇന്ത്യ ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ആവുകയില്ല. കാരണം ഈ ഒരു ഇത് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇതാണ്. കാരണം പല അസുഖങ്ങൾക്കും ഇതാവും, വെള്ളത്തിൽ കൂടി ഇതാവും. അതിന്റെ മോണോമർ പോളിമർ ചേഞ്ച് വിട്ട് മോണോമർ ആകുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ പല ഇത് ദൂഷ്യങ്ങളുണ്ടാകും. നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്ന അഡ്വാൻറ്റേജ് സപ്പോർട്ടിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇതാണ് നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജസ്. താങ്ക് യു.